അയ്യോ മാഷേ, ഇങ്ങനെ ഇരിക്കുമ്പോ മായമ്മയ്ക്ക് ഇതൊന്നും കൊടുക്കാൻ പാടില്ല. നെയ്യും കൊഴുപ്പും ഒന്നും പാടില്ല. സൂപ്പൊക്കെ ഇപ്പോഴല്ല, പ്രസവം കഴിഞ്ഞിട്ടാ. എന്നാരാ പറഞ്ഞേ? ആര് പറയണ്ട, അങ്ങനെയാ. എനിക്കിതൊക്കെ എങ്ങനെ അറിയ? അനുഭവം വേണ്ടേ? അതിനുള്ള ഒരു അവസരം ടീച്ചർ ഉണ്ടാക്കി തന്നിട്ടുമില്ല. ഒന്ന് മിണ്ടാണ്ടിരിക്കൂ, ആ കുട്ടിയെ പുറത്തുണ്ട്. ആ സൂപ്പ് വേണ്ടെങ്കിൽ വേണ്ട, വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അത്? മായമേ കാണട്ടെ. ആ കൈ കൊണ്ട് നീട്ടു. എന്താ? ആ കൈ കൊണ്ട് നീട്ടൂട്ടി. നല്ല ഒന്നന്തരം പുളിയ മാങ്ങ കഴിച്ചോളൂ. അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് മാങ്ങ തിന്നാനല്ല കൊതി. പിന്നെ എന്ത് തിന്നാനാ കുട്ടിക്ക് ആശ? എനിക്ക് മസാല ദോശ തിന്നാൻ ആശ. മാഷെന്താ ഈ ചായപ്പീടിയല്ലേ? അതിശയാണല്ലോ. ഞാൻ വെറുതെ. മാഷക്ക് മസാല ദോശ എത്രയാണെന്ന് പറഞ്ഞേ? 2 3? മാഷേ 3 മസാല ദോശയോ? അസലായി. താൻ ഉരുളക്കിഴങ്ങ് കഴിക്കാം. എനിക്കല്ലടോ, പിന്നെ കുട്ടിക്കാ. ഇപ്പോഴെന്താ അങ്ങനെ ഒരു പലഹാരക്കൊതി? ഭാഗ്യവാൻ. ഈ വയറും വെച്ചോണ്ട് ഇനിയിപ്പോ എങ്ങനെയാ കോളേജിലേക്ക് അയക്കുക? ഇവിടെ തന്നെ ദിവസവും കുറെ അങ്ങ് നടക്കട്ടെ, അല്ലേ നാണിയമ്മേ? പിന്നല്ലാണ്ട് ഗർഭിണികള് ശരീരം അനങ്ങി പണിയെടുക്കണം. സന്ധിബന്ധങ്ങളൊക്കെ ഒന്ന് അയഞ്ഞു കിട്ടിയാലേ അത്രയും എളുപ്പം വേദന കൂടാണ്ട് പ്രസവം നടക്കൂ. എന്റെ ഇളയ മകനില്ലേ പുഷ്പാങ്കതൻ, നെല്ല് കുത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് നോവ് തുടങ്ങിയത്. ഒന്നപ്പുറത്തോട്ട് മാറി 10 നിമിഷം പ്രസവവും കഴിഞ്ഞു. നെല്ല് കുത്തുമ്പോ പ്രസവിച്ചോണ്ടാവും നാണിയമ്മയുടെ പുഷ്പാങ്കത ഈനായത്. വേണ്ട വേണ്ട, അങ്ങനെ ഭാരിച്ച അധ്വാനമൊന്നും ആ കുട്ടിയെ കൊണ്ട് എടുപ്പിക്കണ്ട. എന്ന് വെച്ച് അങ്ങനെ വെറുതെ ഇരുത്തുക വേണ്ട. അനുഭവസ്ഥര് പറഞ്ഞതല്ലേ, വേണമെങ്കിൽ കുറച്ചു നേരം നടന്നോട്ടെ. കേട്ടോ ടീച്ചറെ, ഗർഭകാലത്തും പ്രസവകാലത്തും ഭർത്താവിന്റെ പ്രേരണ. എണ്ണ കാച്ചാനുള്ളതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇനിയത്തെ തവണ വരുമ്പോ കുറച്ച് നല്ല ഇഞ്ചയും വാവപ്പൊടിയും കൊണ്ടുവന്നോളൂ. പിന്നെ കുറച്ച് കാട്ടുമഞ്ഞളും തേനും. വയറ്റിലായിരിക്കുമ്പോഴും പ്രസവിച്ചു കഴിയുമ്പോഴും ചില പച്ചമരുന്നൊക്കെ കൊടുക്കാറില്ലേ? അതെന്തൊക്കെയാന്ന് വെച്ചാ കൊണ്ടുവന്നോളൂ. പോയിക്കോളൂ. ഇതെന്തൊക്കെയാ വാങ്ങിട്ട് വന്നിരിക്കണേ? എപ്പോഴായാലും വാങ്ങണം. കണ്ടപ്പോ ഇഷ്ടം തോന്നി വാങ്ങി. നീ വെക്കോ. കേട്ടോ ടീച്ചറെ, ഡോക്ടർ പറഞ്ഞതിന്റെ 2 ദിവസം അപ്പറായാലും ഇപ്പറായാലും നല്ല നാളുകളാ. 13 14-ാം തീയതി ആണെന്ന് വെച്ചാ ബഹുവിശേഷ. ഏതാ? അഷ്ടമിരോഹിണി. അഷ്ടമിരോഹിണിയാണെങ്കില് പേര് ഉണ്ണികൃഷ്ണൻ ഇടാം. അപ്പൊ ആൺകുട്ടിയാണെന്ന് മായമ്മ അങ്ങോട്ട് ഉറപ്പിച്ചു അല്ലേ? കയ്യുണ്യാദി എണ്ണ ഇതാരാദി ഘൃതം. രവിയേട്ടന്റെ കത്തുണ്ട്. എന്താ വിശേഷം? വരുന്നുണ്ട് ഇത്രേ. എപ്പാ? ഹോസ്പിറ്റലിലേക്ക് പോകും മുമ്പേ എങ്ങനെ എത്താമെന്ന്. ആശ്വാസായി. ഉത്തരവാദിത്തങ്ങൾ പങ്കിടാൻ ഒരാളായല്ലോ. നോക്കട്ടെ. അല്ല മാഷേ, മായമ്മയുടെ അച്ഛനെ ഈ വിവരം ഒന്ന് അറിയിക്കണ്ടേ?
അറിയിക്കേണ്ട ഒരു കുറവേ ഉള്ളൂ. അക്ഷണം പലഹാരക്കൊട്ടയായിട്ട് വന്ന് മോളെ എഴുന്നള്ളിച്ചോണ്ടങ്ങ് പോവും പ്രസവത്തിന്. ഭ്രാന്തുണ്ടോ ടീച്ചർക്ക്? ഇനി നമ്മൾ തന്നെയാ ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ. അപ്പോ ഈ കത്തൊന്ന് ഓപ്പിലെ സിസ്റ്ററിന്റെ കൊടുത്തേക്ക്. ശരി. കുറെ നേരം ആയില്ലേ രണ്ടാളും ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? മുറിയിൽ പോയി ഇനി കുറച്ചു നേരം കിടന്നുള്ളൂ. ഞാനുണ്ടല്ലോ ഇവിടെ. വേണ്ട രവിയെ, കിടന്നാല് കിടക്കാൻ പറ്റില്ല. മായയുടെ അച്ഛനോ ഹസ്ബൻഡോ ആരെങ്കിലും ഒരാൾ ഇതിലൊന്ന് ഒപ്പിടണം. സിസേറിയൻ അതുകൊണ്ടാ. താങ്ക്സ്. ആൺകുട്ടിയാ? മായമ്മ സുഖായിരിക്കുന്നു. മായമ്മ എപ്പോ കൊണ്ടുവരും? കുറച്ച് താമസിക്കും. ഡ്രസ് ചെയ്യാനൊക്കെ ഉള്ളതല്ലേ. കുട്ടിയെ തൊട്ടിൽ കിടത്തിക്കോളൂ. ആശിച്ച പോലെ തന്നെ ഇന്ന് അഷ്ടമിരോഹിണിയാ നാളെ. മാഷേ, മാഷ് നോക്കി നിൽക്കാതെ ആ തേനും മയമ്പൊന്ന് ചാരിച്ചേ. ഉണ്ണികൃഷ്ണ, പൊന്നുമോനെ, മോനൊന്ന് നോക്കിയേ. ഇതാരൊക്കെയാന്നൊന്ന് നോക്കിയേ. മുത്തശ്ശിയൊന്ന് നോക്കുമോനെ. അതെ, ഇതാരാ നോക്ക്. കണ്ണൊന്ന് തുറന്നേ മോനെ. ഇതാരാ ഇത്? കണ്ണും മൂക്കും ഒക്കെ മായമ തന്നെ. ആ
മോനൊന്ന് വാ തുറന്നേ. പാപ്പച്ച പാപ്പച്ച, പേഷ്യന്റിന് പെട്ടെന്ന് ബ്ലീഡിംഗ്, ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർ ജോർജിനോട് ഉടനെ ഒന്ന് തിയേറ്ററിലേക്ക് വരാൻ പറയണം. മതി മതി മതി. ഡോക്ടർ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. It's fate. ലീവ് തീരാൻ ഒരാഴ്ച കൂടിയേ ഉള്ളൂ. ഞാനിനി എന്താ വേണ്ടേ? എന്താ വേണ്ടേ? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല രവി. തന്നെ ആശ്വസിപ്പിക്കേണ്ട ആളാ ഞാൻ. പക്ഷേ എനിക്ക് എന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ പറ്റണില്ല. എന്താ വേണ്ടേ എന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെയാ? എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? രവി പോട്ടെ, പോയി തിരികെ ജോലി പ്രവേശിക്കട്ടെ. ഇവിടം വിട്ട് നിന്നാൽ തന്നെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടാകും. അപ്പോ കുഞ്ഞിന്റെ കാര്യോ? ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലേ രവി? കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. അത് വേണ്ടതിൽ കൂടുതൽ ജീവിച്ചു കഴിഞ്ഞവരാ നമ്മള് രണ്ടാളും. നമ്മുടെ ആയുസ്സെടുത്തിട്ട് മായമ്മയുടെ ജീവൻ തിരിച്ചു കൊടുക്കായിരുന്നില്ലേ? ടീച്ചറും കൂടി ഇങ്ങനെ തളർന്നു പോയാ പിന്നെ ഇനിയിപ്പോ ഇവന് വേണ്ടിട്ടെങ്കിലും എല്ലാം മറന്നല്ലേ പറ്റൂ.